ചായ. നശിപ്പിച്ചു. മനുഷ്യൻ്റെ ഒരു മൂഡിൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാളെ കൊടുക്കാനുള്ളതാ. എഡിറ്റർ ഇപ്പൊ വിളിച്ചിട്ട് വച്ചതേ ഉള്ളൂ. ഈ സൺഡേ എക്സ്ക്ലൂസീവ് ഫീച്ചറായി വരാനുള്ളതാ. ചേട്ടൻ എന്തിനെപ്പറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഇതേ കണ്ടില്ലേ നമ്മുടെ നാട് പോകുന്നൊരു പോക്ക്. സ്ത്രീകൾക്ക് പകല് പോലും വഴിയിലിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ ഒരു സാഹചര്യത്തില് ഇത്തരം ഒരു ലേഖനം തീർത്തും പ്രസക്തമാ. മനുഷ്യൻ ഒരുവിധം അത് ഭാവന തേച്ച് മിനുക്കി എടുത്തോണ്ട് വരുമായിരുന്നു. നശിപ്പിച്ചു. ഓ പിന്നെ നിങ്ങളാ ചായ എടുത്തു കുടിക്കാൻ നോക്ക്. ഇതൊക്കെ ആരാ കുത്തിയിരുന്ന് വായിച്ച് നന്നാവാൻ പോന്നേ? ഇതാ ഇപ്പൊ നന്നായേ. നിങ്ങൾ സ്ത്രീകൾ തന്നെ ഇങ്ങനെ ആയാലോ? സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന കടന്നാക്രമണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. പെണ്ണുങ്ങൾ സൂക്ഷിച്ചാൽ പെണ്ണുങ്ങൾക്ക് തന്നെ കൊള്ളാം. ചേട്ടൻ എണീറ്റേ. ഇന്ന് സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞല്ലേ? ദേ നോക്കിയേ, ഷോയ്ക്കുള്ള സമയമാവുന്നു. എടി നാളെ പോവാം. ഇതൊന്ന് എഴുതി തീർക്കട്ടെ. മൂടും പോയി. അതാ ഞാനും പറഞ്ഞ്, വന്നിട്ട് നല്ല മൂഡിൽ എഴുതാം. ചേട്ടൻ എണീക്ക്. ഓക്കെ. First time എൻ്റെ കമ്മിറ്റ്മെന്റ് ആയിരുന്നു. Second time was your madness. Come on, sir. അന്ന് നീ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് വാങ്ങിച്ചിട്ടില്ലേ? അതിനുള്ള പണി ഞാൻ എടുത്തിട്ടുണ്ട്. How dare you? നിനക്കൊക്കെ എന്തിന്റെ കേടാ പട്ടി? Bastard. ഇയാൾ എന്തായി പറയണേ? What did I do? I was just stretching my legs. അല്ലാതെ. What? Is this how you stretch your legs? Over somebody's butt? നീയൊക്കെ നിനക്കൊക്കെ എന്തുണ്ടാടി ഈ ഷോ ഓഫ് കാണിക്കുന്നേ? നീയൊക്കെ എന്താണോ വിചാരിച്ച ഞങ്ങളെ പറ്റി? എന്തുണ്ടായാലും സഹിച്ച് അങ്ങ് ഇരുന്നോളുന്നോ? നിനക്ക് അറിയില്ല എന്നെ. നീ ആരാടി? നീ ആരാ? Bloody scoundrel. നിർത്തിയിടി. You. സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന കടന്നാക്രമണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. നിർത്ത. ഞാനെല്ലാം കണ്ടോണ്ടിരിക്കായിരുന്നു. Actually, uncle. കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. ഞങ്ങൾ എല്ലാവരും സിനിമ കാണാനാണ് വന്നിരിക്കുന്നത്. കാണാൻ പറ്റുന്നില്ല. ഒന്നുകിൽ ഒരിടത്ത് അടങ്ങിയിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇറങ്ങി പോവാ. ശരിക്കും ഇയാളാ എന്നെ? അതെ, തിയേറ്റർ ആവുമ്പോ ചിലപ്പോ ഇങ്ങനെയാ. അത്ര ഇതാണെങ്കിൽ 3 മാസം കഴിയുമ്പോ CD ഇറങ്ങും. അപ്പൊ വീട്ടിൽ കുത്തിയിരുന്ന് കണ്ടാ മതി. അല്ലേലും കോലം കണ്ടേച്ചാ മതി. എങ്ങനെ ചെയ്യാതിരിക്കും? വേഷം കെട്ടി ഇറങ്ങിക്കോളും. അല്ല പിന്നെ. പോട്ടേടി വീട്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ റിയാക്ട് ചെയ്യാൻ പോണ്ടെന്ന്. സാരമില്ല. ഞാനൊന്നും ചെയ്തില്ലല്ലോ. I'm a patient. ഞാൻ രോഗിയാണ്. Please don't hurt me. Please don't hurt me. നീ എനിക്കൊരു രോഗിയാണ്. പക്ഷേ മരണം കൊണ്ട് മാറാവുന്ന രോഗമേ നിനക്കുള്ളൂ.